ഹലോ അസ്സാം വലൈക്കും. പെരുന്നാളായതിൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വീട്ടിൽ വന്നിരിക്കുമ്പോഴാണ് വല്ലാത്തൊരു മുസീബത്ത്. ഇന്നെൻ്റെ നാത്തൂൻ കുരുപ്പിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണോ എന്തോ ബർത്ത്ഡേയും പെരുന്നാൾ ഒരുമിച്ച് വന്നതിൻ്റെ ഒരു മുസീബത്ത് എന്തൊക്കെ കാണണം അല്ലേ. ഗ്യാസും എന്തെങ്കിലും വെച്ച് കണ്ട് അപ്പുറത്ത് പോയി വർത്താനം പറഞ്ഞവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതൊക്കെ കഴിഞ്ഞപ്പോൾ വെറുതെ പെരുന്നാളൊക്കെ എല്ലാം ആരുണ്ടാവാനും നെസ്റ്റോല നമുക്കൊന്ന് പോയി നോക്കാം ഒരു വെറൈറ്റിക്ക് എന്ന് പറഞ്ഞ് നെസ്റ്റോ പോയി അപ്പോൾ ഞങ്ങളൊരാൾ കൊല്ലത്തെ പെരുന്നാൾ നെസ്റ്റോലാണോ എന്നൊരു സംശയമുണ്ട്. നാട്ടുകാർ മൊത്തം നെസ്റ്റോലായിരുന്നു. യെസ്, കുറേ നേരമായി വാപ്പൊരു സാധനം തരുന്നത്. ഏതായാലും കിട്ടിയല്ലോ, അൽഹംദുലില്ലാ ഹൈർ. ഈ പെരുന്നാൾക്ക് ബിരിയാണീൻ്റെ ഒപ്പം പിടിക്കാനൊരു സാധനം വേണ്ടേ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ സാധനം മാത്രം വാങ്ങാനാണ് നിങ്ങൾ നെക്സ്റ്റ് പറയുന്നത്. യെസ് ഗൈസ്, അത് വാങ്ങിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഈ പെട്ടി വണ്ടിൻ്റെ ഉള്ളിൽ ഇത് താങ്ങി പിടിച്ചിരിക്കേണ്ട എന്താവശ്യമാണ് ഇപ്പൊക്കുള്ളത്. പെരുന്നാൾക്ക് 4 പൂത്തിരി എത്തിച്ചില്ലെങ്കിൽ ദീൻ ഇസ്ലാമെന്ന് പുറത്താ, അങ്ങനെ എല്ലാ ഡയലോഗ്. പക്ഷെ ഇപ്പം അങ്ങനെ നമ്മൾ രാത്രി പോയി കുറച്ച് മേശപ്പൂത്തിരിയും പൂത്തിരിയും ചക്കറൊക്കെ വാങ്ങി. നിങ്ങൾ വിചാരിക്കേണ്ടാവും മെയിൻ സാധനം പടക്കോടെയെന്ന്. പടക്കം എനിക്ക് ഇഷ്ടമല്ല. പടക്കം എന്തിനാണ് നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് വെറുതെ ഇരുന്ന് ഞെട്ടണമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കേണ്ട. ആൾക്കാർ പൊട്ടന്മാരാണ്. പിന്നെ വീഡിയോ എടുക്കാനുള്ള പ്രവർത്തനമായിരുന്നു ഈ കണ്ണ്. വാങ്ങാത്ത കടയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ പെരയിൽ ഇതാ ഇഷ്ടം പോലെ പടക്കത്തിൻ്റെ വെറൈറ്റി തരം പടക്കങ്ങൾ. ഞാനത് കൊണ്ടുപോയിട്ട് ആരും കാണാതെ റൂമിലെടുത്ത് വെച്ച് പൂത്തിരി കൊള്ളൂലെന്ന് ഇവിടെയൊക്കെയോ ചില കിംവദന്തികൾ കേട്ടു. എൻ്റെ അടുത്ത് 4 പൂത്തിരി പെട്ടി എടുത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള എടുത്താൽ ഞാൻ ഇതിൽ കാണാൻ മുഞ്ചുള്ള 2 എണ്ണം എടുത്തിട്ട് 5 എണ്ണീച്ച പോരട്ടെ എന്നും പറഞ്ഞു. നമുക്ക് അത്രക്കല്ല വിവരമുള്ളൂ. പിന്നെ പൂത്തിരി മേശപ്പൂത്തിരിയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. മേശപ്പൂത്തിരിയായിട്ട് ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് 8 നിലയെ പൊട്ടി. എന്നിട്ട് രണ്ടാമത് പോയിട്ട് വീണ്ടും മേശപ്പൂത്തിരി എടുത്ത് ഒരു അടിപൊളി വീഡിയോ ഉണ്ട്. ആ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണാൻ പോണത്. വീട്ടിൽ അംഗസംഖ്യ കൂടുതലായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ഒരു പ്രത്യേക രസമാണ്. പൂത്തിരി കത്തിക്കുമ്പോഴും പടക്കം പൊട്ടിക്കുമ്പോഴൊക്കെ എന്നും പണ്ടുള്ള ഒരുപാട് കഥകളുണ്ടാവും. നമ്മൾ കഴിഞ്ഞ പെരുന്നാൾക്ക് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അത് പൊട്ടി ഇത് പൊട്ടി, ഒരുപാട് കഥകൾ നമ്മൾക്ക് സ്ഥിരമായി എല്ലാ വർഷവും പറയാനുള്ളതായിട്ടുണ്ട്. ഗാലറിയിലിരിക്കുന്ന ഒരുപാട് കാണികളും ഉണ്ടാവും. അപ്പോൾ ഇനി ഏതായാലും നനഞ്ഞിനി കുളിച്ചിട്ട് കയറാമെന്നായി. നല്ല ബീഫ് സുർബിയാനും ബിരിയാണിയൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കയറിയത്. അപ്പോഴേക്ക് 10-11 മണിയായിരുന്നു സമയം. ആ സമയത്ത് ഞങ്ങൾക്ക് അടുത്തുള്ളൊരു കുളത്തിൽ പോയി എല്ലാവരും കൂടി നല്ല വൈബാക്കി. ഈ കുരുപ്പുകളൊക്കെ എത്ര മണിയായിച്ചിട്ടൊക്കെ കിടന്നിറങ്ങി കൂർക്കം വലിക്കേണ്ട സമയമായി. ഏത് മോഡ്, സ്വിമ്മിങ് മോഡ്, ആർക്കും ഇവിടെ നീന്തറിയില്ലെങ്കിലും ഞങ്ങൾ വെള്ളത്തിൽ കളിക്കാനൊക്കെ നല്ല ഉഷാറാണ്. ഒരുപാടുണ്ടെങ്കിലും ഒരൊറ്റ എണ്ണത്തിന് നീന്തറിയില്ല. എന്നാലും നീന്താൻ പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് മെയിൻ. വൈബാക്കി. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ.